ഹലോ ഗായ്സ്, നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറൊക്കെ ചേഞ്ച് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാമറ ഫിൽറ്ററിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ബാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റി ഹ്യൂവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. ഇനി അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഗ്രീൻ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ആക്ഷൻ കീ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻസ് എടുക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിൻഡോസ് ചെന്നിട്ട് ആക്ഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനേബിൾ ആവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മോർ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാം, അതിൽ ചെന്നിട്ട് മോർ ഓപ്ഷൻ്റെ ഐക്കൺ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ലോഡ് ആക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആക്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ലോഡ് ക്ലിക്ക് ചെയ്യുക. ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ താഴോട്ടുള്ള ഒരു ഐക്കൺ ഞെക്കിയിട്ട് അവിടെ ഗ്രീൻ എഫക്റ്റ് എന്ന് കണ്ടോ, ആ ഗ്രീൻ എഫക്റ്റ് ഞെക്കിയിട്ട് താഴെ വന്നാൽ പ്ലേ ബട്ടൺ കണ്ടോ, ഒരു പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ഗ്രേഡിങ്. ഗ്രീൻ എല്ലാം നമുക്ക് വേറൊരു രീതിയിൽ ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മൂടി എഫക്റ്റിലോട്ട് ഗ്രേഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരുന്നതാണ്. നമ്മളൊരു കൺട്രോൾ ജെ അടിച്ചൊന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ, കാരണം എങ്കിലും നിങ്ങൾക്ക് ആഫ്റ്റർ ബിഫോർ മനസ്സിലാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ എഫക്റ്റ് ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, അതായത് ഇങ്ങനെ ഇരുന്നാണ് നമ്മളതിനെ ഇങ്ങനെ ആക്കി. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഇത് കണക്ക് ആക്ഷൻ ലോഡ് ചെയ്താൽ മതി, ഗ്രീൻ എഫക്റ്റ് മാറും. അപ്പോൾ ഇനി ഇതുപോലുള്ള ആക്ഷൻ കീസൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.